സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആശ്രമത്തിൽ ആ കുട്ടികളുണ്ടല്ലോ, ആ കുളക്കടവിൻ്റെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പന്ത് വെള്ളത്തിലേക്ക് വീണു പോകുവാണല്ലോ. ചേടാ, ഇനി ആ പന്ത് എങ്ങനെ എടുക്കും? ഞാൻ ചാടിയാലോ എന്നൊരു പയ്യൻ ചോദിക്കുന്നുണ്ട്. അന്നേരം മീനാക്ഷി എന്ന് പറഞ്ഞൊരു കുട്ടി പറയണേ, ഏയ് അത് വേണ്ട, ഊർമിളാദേവി കണ്ടാലേ നിന്നെ വഴക്ക് പറയും, നമുക്കേ വേറെ എന്തെങ്കിലും വഴി നോക്കാം. പിന്നെ എങ്ങനെ എടുക്കും മീനാക്ഷി പന്ത്? ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് അവിടെ പോയിട്ട് ഒരു വടിയെടുത്തുകൊണ്ട് വരുവാണ്. അങ്ങനെ ആ വടി വെച്ച് മോൾ അതൊന്ന് പതിയെ പതിയെ നീക്കിയെടുക്കാൻ വേണ്ടി മീനാക്ഷി ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം അവിടെ മാറിയിരിക്കുന്ന അവിടുത്തെ അന്തേവാസി സ്ത്രീകളുണ്ടല്ലോ, അതിലൊരു സ്ത്രീ പറയണേ, ഞാനേ ആ പെണ്ണിനോട് പോയി എന്തെങ്കിലും സംസാരിച്ചിട്ട് വരാം. ഏയ് അതൊന്നും വേണ്ടെന്നേ, അവരൊന്നും സംസാരിക്കുന്നില്ല. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് ആ സ്ത്രീ ക്ഷമയുടെ അരികിലേക്ക് ചെല്ലുക. അതെ, എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇയാളുടെ വീട് എവിടെയാ? അങ്ങനെ അവർ പലതും ചോദിച്ചിട്ടും ശ്യാമയാണെങ്കിൽ ഒരു മറുപടിയും കൊടുക്കാതെ വേറെ അങ്ങോട്ടോ നോക്കിയിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ആ സ്ത്രീ തിരിച്ചു വരുക. ഞാൻ എന്ത് തന്നെ ചോദിച്ചിട്ടും അവരൊന്നും മിണ്ടുന്നില്ലെന്നേ. ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് വേറെ പണിയില്ലല്ലേ? ഈ സമയം കുട്ടിയാണെങ്കിൽ ആ ബോൾ എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളത്തിലേക്ക് വീണു പോകുവാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ബഹളം ഉണ്ടാക്കുവാണ്. ഈ സമയം അവിടുത്തെ അന്തേവാസി സ്ത്രീകളും അവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫും ഊർമിള ദേവിയും എല്ലാവരും ഓടി വരുക. എന്ത് ചെയ്യണം, എങ്ങനെ കുഞ്ഞിനെ രക്ഷിക്കും എന്നറിയാതെ അവരെല്ലാം ആകെ പകച്ചു നിൽക്കുവാണ് കേട്ടോ. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, കുഞ്ഞിനെ രക്ഷിക്കണേ എന്നൊക്കെ ആരോഗ്യം വിളിച്ച് പറയുന്നുണ്ട്. ഈ സമയം ആ വെള്ളത്തിൽ വീണ മീനാക്ഷിയാണെങ്കിൽ അമ്മയെന്നും വിളിച്ച് അലറിക്കരയുവാണ്. ഈ സമയം പെട്ടെന്നായിരിക്കും ശ്യാമയ്ക്ക് എന്തോ ഒരു മാറ്റം തോന്നുന്നത്. ശ്യാമ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീറ്റോടി ആ കുളത്തിലേക്ക് ചാടുവാണ്. എന്നിട്ട് കുളത്തിൽ ജീവന് വേണ്ടി പെടഞ്ഞുകൊണ്ടിരിക്കുന്ന മീനാക്ഷിനെ രക്ഷിച്ചുകൊണ്ട് കടവിലേക്ക് കയറി വരുവാണ് കേട്ടോ. ഈ സമയം മറ്റാൾക്കാരുടെയും സഹായത്തോടെ ശ്യാമേനെ പിടിച്ച് കയറ്റുന്നുണ്ട്. എന്നാൽ കരയിലെത്തിയതും രണ്ടുപേർക്കും ബോധം ഉണ്ടാകില്ല. പിന്നീട് എല്ലാവരും കൂടി കുട്ടീനെ ശ്യാമേനെയും റൂമിലേക്ക് മാറ്റുവാണ്. ഈ സമയം ശ്യാമയാണെങ്കിൽ നല്ല മയക്കത്തിലായിരിക്കും. അന്നേരം ശങ്കർജിയും അതുപോലെ ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ ശ്യാമയുടെ ചുറ്റുമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയം ശങ്കർജി ആണെങ്കിൽ എന്തോ ചില മരുന്നൊക്കെ ശ്യാമയുടെ വായിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശ്യാമയെ കുറിച്ചിട്ട് ശങ്കർജി അവരോട് പറയുക. എന്നാലും ഏഞ്ചലിന് വന്ന മാറ്റം, അതിനെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. ആ കുട്ടിയുടെ അമ്മയെന്നുള്ള വിളിയിൽ തൻ്റെ ഉള്ളിലുണ്ടായ മാതൃത്വം ഇറങ്ങി വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതെന്താണെങ്കിലും നല്ലൊരു സൂചന തന്നെയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ എല്ലാവരും നോക്കിയിരുന്ന സമയത്ത് അത്രയും ധീരതയോടെ ആ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ഏഞ്ചൽ ചാടി ഇറങ്ങിയില്ലേ. മനസ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഏഞ്ചലിൻ്റെ മനസ്സിലെ ചില ചിന്തകൾ ഉണർന്നു വന്നതാണ് നമ്മൾ കണ്ടത്. അല്ല, ആ കുട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല ശങ്കർജി, മീനാക്ഷിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, അവളൊക്കെയാണ്. അവളവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് തന്നെ ശ്യാമയും പതിയെ കണ്ണ് തുറക്കുവാണ്. അങ്ങനെ കണ്ണ് തുറന്നെണീറ്റ ശ്യാമ ആദ്യം തന്നെ ചോദിക്കുന്നത് മോളെക്കുറിച്ചാണ്. മോള്, എൻ്റെ മോളെവിടെ? മോൾക്ക് എന്തെങ്കിലും പറ്റുമോ? ഏയ് പേടിക്കണ്ട, മോൾക്കൊരു കുഴപ്പമില്ല. എവിടെയാ എൻ്റെ മോളുതാ അവിടെയുണ്ട്. അന്നേരം ശ്യാമയാണെങ്കിൽ അവരെയൊക്കെ തട്ടിമാറ്റി മീനാക്ഷിയുടെ അരികിലേക്ക് ഓടി ചെല്ലുവാണ് കേട്ടോ. ഈ സമയം കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും മീനാക്ഷി. അന്നേരം ശ്യാമയാണെങ്കിൽ മീനൂട്ടിയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് മീനാക്ഷിനെ കെട്ടിപ്പിടിക്കുക. മോളെ, ഒന്നും പറ്റിയില്ലല്ലോ? അമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ ഒറ്റക്കൊന്നും കുളക്കടവിലേക്കൊന്നും പോകരുതെന്ന്. പിന്നെ എന്തിനാ അമ്മയുടെ വാക്ക് ധിക്കരിച്ച് പോയത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നത്. ഇനി മോളെ എങ്ങും പോകരുത് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയെ വിളിക്കണം. അമ്മ വിട്ട് എങ്ങും പോകല്ലേ മോളെ എന്നും പറഞ്ഞ് മോളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നെറ്റിയിലേക്ക് ഉമ്മ കൊടുക്കുവാണ്ടോ ശ്യാമ. ഇതെല്ലാം ശങ്കർജിയും ഊർമിളയും സ്നേഹയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ ശ്യാമയ്ക്ക് മീനാക്ഷിയോടുള്ള സ്നേഹമൊക്കെ കണ്ട സന്തോഷത്തോടെ അത് നോക്കി നിൽക്കുവാണ്ടോ ശങ്കർജി. എന്നിട്ട് പറയണേ, അമ്മയും മകൾ ബന്ധമൊക്കെ പ്രകൃതി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പ്രകൃതിയുടെ ഓരോ നിറഭേദങ്ങൾക്കനുസരിച്ച് കാലചക്രം മാറും. അങ്ങനെ ഇവരെ അമ്മയും മോളുമാക്കി കൂട്ടിയിണക്കിയിരിക്കുക പ്രകൃതി. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാകും. ഏഞ്ചലിൻ്റെ ഉള്ളിൽ ഒരു മാതൃത്വം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഏഞ്ചലും ഒരു കുഞ്ഞിൻ്റെ അമ്മയായിരുന്നിരിക്കാം. ആ ഒരു ഓർമ്മകൾ പതിയെ ഏഞ്ചലിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതായിരിക്കാം ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ കൂടി. അതെന്താണെങ്കിലും നല്ലൊരു സൂചന തന്നെയാണ്. ഏഞ്ചലിൻ്റെ മനസ്സിൽ നഷ്ടപ്പെട്ടു കിടക്കുന്ന ആ ഓർമ്മകൾ തിരികെ തട്ടെ. ഏഞ്ചലിനൂടെ കൂട്ടിക്കൊണ്ടു വന്നവർക്ക് പോലും ചിലപ്പോൾ ഏഞ്ചലിൻ്റെ ഒരു കുഞ്ഞുള്ള വിവരം അറിയില്ലാന്നിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മറച്ചു വെച്ചതാകാം. എന്തായാലും ശരി, സത്യം എന്താണെങ്കിലും പുറത്തു വന്നല്ലേ പറ്റുള്ളൂ. ഏഞ്ചൽ തന്നെ അധികം വൈകാതെ നമ്മളോട് ഏഞ്ചലിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് പറയുമായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. ഏഞ്ചലിൻ്റെ മനസ്സിനെ റിലാക്സ് ആയിട്ട് തന്നെ വിടാം. അതിൻ്റെ അന്വേഷണങ്ങളിലേക്ക് പോയിക്കോട്ടെ. തൽക്കാലം ഏഞ്ചലിനെ ഏഞ്ചലുടേതായ വഴിക്ക് വിടുക. മൈൻഡ് ഫ്രീ ആയിട്ട് വിട്ടേക്കുക. മനസ്സിലായല്ലോ? അങ്ങനെ പറഞ്ഞ ശങ്കർജി അവിടെ നിന്നും പോകുവാണ്ടോ. പിന്നീട് കാണിക്കുന്നത് രാധിക മസാലപ്പൊടിയൊക്കെ ഇങ്ങനെ പൊടിക്കുകയാണ്ടോ ഇടികല്ലിലിട്ടിട്ട്. ഈ സമയം അത് കണ്ട് യശോദ രാധികനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുക. അതെ, ഇതൊന്നും ശരിയാവില്ല കേട്ടോ. ഇനി മോളെ തന്നെ എപ്പോഴും ഇങ്ങനെ മസാലപ്പൊടിയൊന്നും പൊടിച്ചെടുക്കണ്ട.
ഇതിങ്ങനെ പൊടിച്ചെടുക്കണം എന്ന് എന്താ ഇത്ര നിർബന്ധം? പാക്കറ്റിലുള്ളത് വാങ്ങിച്ചാൽ പോരെ? അന്നേരം രാധിക ചോദിക്കണേ, ഇതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? നമ്മൾ ഇത്രയും ദിവസം വരെ ഇതൊക്കെ പൊടിച്ചും ഇടിച്ചുമൊക്കെ തന്നെയല്ലേ എടുത്തിരിക്കുന്നത്. അതല്ലേ കൂടുതൽ രുചി. പിന്നെന്താ ഇപ്പം മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ മതി എന്ന് പറയാനും മാത്രം? എന്താ ആരെങ്കിലും പറഞ്ഞോ പൊടിച്ച മസാലപ്പൊടി ഭക്ഷണത്തിലൊന്നും ഇടണ്ടെന്ന്? അന്നേരം യശോദ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നുമല്ല, എല്ലാ കാര്യവും നീ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്നെക്കൊണ്ട് ഇടിക്കാനും പൊടിക്കാനും നീ സമ്മതിക്കില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് അപ്പം തന്നെ എന്നെ പിടിച്ച് മാറ്റും. എല്ലാ പണിയും നീ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്താൽ മതിയോ? അന്നേരം രാധിക ചോദിക്കണേ, അത് ശരി, ഇപ്പം അമ്മയുടെ പ്രശ്നം എന്താ? അമ്മയ്ക്ക് ഇടിക്കാൻ തരാത്തതാണോ പ്രശ്നം, അതോ ഞാൻ ഇതിടിക്കുന്നതാണോ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവാണ്ടോ ജയഭാരതി അമ്മ. എൻ്റെ യശോദേ, അത് കിട്ടിയില്ലെങ്കിൽ എന്താ, നീയെ വെറുതെ ഇരിക്കുകയൊന്നും വേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ ജോലി അങ്ങെടുത്ത് ചെയ്യണം. എല്ലാ ജോലിയും രാധിക ഒറ്റയ്ക്ക് ഒരു സമയം എടുക്കാൻ പറ്റില്ലല്ലോ. ഈ സമയം രാധിക ചോദിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ അമ്മ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ ജോലി ചെയ്യിക്കാത്തതാണോ ഇപ്പം അമ്മയുടെ പ്രശ്നം? അന്നേരം യശോദ ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് മാത്രം റെസ്റ്റ് എടുത്താൽ മതിയോ? നിനക്കെന്താ റെസ്റ്റ് ഒന്നും എടുക്കണ്ടേ? അതുകൊണ്ടേ ഇനി മുതലൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നീ തന്നെ ചെയ്തോ, പക്ഷേ അടുത്ത ദിവസം ഇടിക്കേണ്ടതും പൊടിക്കേണ്ടതും ഒക്കെ ഞാനാണ്. അതിൽ കൈ കിടക്കാൻ വന്നാലുണ്ടല്ലോ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്നിട്ട് ഞാൻ ഈ പരിസരത്ത് തന്നെ അടുപ്പിക്കില്ല. ഓ ശരി, ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ചെയ്തോളാം. നാളെയല്ലേ? നാളെ എന്ന് പറഞ്ഞാലേ ഇന്ന് നേരം ഇരട്ടി വെളുക്കുമ്പോഴേക്കും നാളെ ആകും. ഓ ശരി, അത് അമ്മ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. തൽക്കാലം ഇപ്പം ഞാൻ ചെയ്തോട്ടെ. ഓ ആയിക്കോട്ടെ. അങ്ങനെ രാധിക അതിടിക്കാൻ വരുമ്പോഴായിരിക്കും കേട്ടോ രാധികയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ഈ സമയം രാധിക കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ ചേട്ടാ, പറഞ്ഞോ. രാധികേ, നാളെ ഓഫീസിലേക്ക് 40 പേർക്കുള്ള ഊണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ചേട്ടാ, എല്ലാം റെഡിയാ, നാളെ വന്ന് വാങ്ങിച്ചാൽ മതി. അല്ല രാധികേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഭക്ഷ്യവിഷബാധയുടെ വാർത്തയൊക്കെ പത്രത്തിലും മറ്റും വന്നതാണല്ലോ. അതൊക്കെ കണ്ട് എല്ലാവർക്കും ചെറിയൊരു മടി പോലെ. തൽക്കാലം ഭക്ഷണമൊന്നും ഇനി അവിടെ നിന്ന് വാങ്ങണ്ടെന്നാണ് എല്ലാവരും കൂടി തീരുമാനിച്ചത്. അയ്യോ ചേട്ടാ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ആദ്യം മീഡിയക്കാർ തന്നെ ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് റിപ്പോർട്ട് ചെയ്തതല്ലേ? അതൊക്കെ ശരിയാ, എന്നാലും നമ്മളകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണമല്ലേ. ആ ഒരു കാര്യത്തിൽ ഒരാശങ്ക വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒന്ന് രണ്ട് വട്ടം ആലോചിക്കുമല്ലോ. പലരുടെ അഭിപ്രായം ആ ഫുഡിന് വാങ്ങണ്ടെന്ന് തന്നെയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഞാൻ മാത്രം എങ്ങനെയാണ് അതിനെതിർത്ത് സംസാരിക്കുന്നത്? അതിന് പറ്റില്ല. മാത്രമല്ല, അങ്ങനെ ഞാൻ എതിർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ സ്പ്ലിറ്റ് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കമ്മിറ്റി കൂടി ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. തൽക്കാലം നാളത്തേക്കുള്ള ഓർഡർ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുക. ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള ഫുഡ് വേണ്ട. അങ്ങനെ രാധികയാണെങ്കിൽ നിരാശയോടെ തന്നെ ഫോൺ കട്ട് ചെയ്യുവാണ്. അങ്ങനെ രാധിക തളർന്നിരിക്കുന്നത് കാണുന്നതും യശോദയും ജയഭാരതിയമ്മയും കാര്യം തിരക്കുവാണ്. എന്തുപറ്റി? എന്താ മോളെ വിളിച്ചത്? ഈ സമയം രാധിക പറയണേ, അത് പിന്നെ അമ്മേ, നമുക്ക് ഓഫീസിൽ ആ ഒരു ചേട്ടനുണ്ടല്ലോ 40 പേരുടെ ഊണിന് വേണ്ടി ഓർഡർ വന്നിട്ടുണ്ടായില്ലേ? ഉണ്ടായി. അവരാ ഓർഡർ ക്യാൻസൽ ചെയ്തു. ആ ഭക്ഷ്യവിഷബാധയുടെ വാർത്തയൊക്കെ അറിഞ്ഞ് പലർക്കും ഇവിടെ നിന്നുള്ള ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാ അവർ ആ ഓർഡർ ക്യാൻസൽ ചെയ്തത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മളായിട്ട് രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ടാണ് ഈ ഒരു ബിസിനസ് തുടങ്ങിയത്. അതും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി പോയില്ല അമ്മേ എന്നും പറഞ്ഞ് രാധികയാണെങ്കിൽ വല്ലാത്ത നിരാശയോടെ അവിടെ ഇരിക്കുവാണ്. രാധികേനെ എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കണം എന്ന് പോലും അറിയാതെ ആകെ ടെൻഷനിലും നിരാശയിലും നിൽക്കുവാട്ടോ യശോദയും ജയഭാരതി മുത്തശ്ശിയൊക്കെ. പിന്നീട് കാണിക്കുന്നത് ആശ്രമമാണ്. അവിടെ മീനാക്ഷി റൂമിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം ശ്യാമയും മീനാക്ഷിയുടെ മുടിയിൽ ഇങ്ങനെ തലോടി അരികെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അങ്ങോട്ടേക്ക് വന്ന ഊർമിള ദേവി ശ്യാമിനെ വിളിക്കുക. അതെ ഏഞ്ചൽ, എന്താ ഇവിടെ ഇരിക്കുന്നത്? ചെന്നേ റൂമിലേക്ക് ചെല്ല്. മോൾ ഉറങ്ങുന്നത് കണ്ടില്ലേ? അതിനെന്താ, മോളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഏഞ്ചൽ റൂമിലേക്ക് ചെല്ല്. അതെന്തിനാണ് നിങ്ങൾ നോക്കുന്നത്? എൻ്റെ മോളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളോട് റൂമിൽ ചെല്ലാനല്ലേ പറഞ്ഞത് എന്ന് ഊർമിള ദേഷ്യപ്പെടുവാണ് കേട്ടോ. ഈ സമയം ശ്യാമയാണെങ്കിൽ ഊർമിളനെ കടുപ്പിച്ചൊന്ന് നോക്കുവാണ്. ശ്യാമയുടെ അഭാവമാറ്റം കണ്ട് അന്ന് വിട്ട് നിൽക്കുവാണ്ട് ഊർമിള. ഈ സമയം ശങ്കർജി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? അന്നേരം ശ്യാമ പറയണേ, ഞാൻ എൻ്റെ മോളെ ഉറക്കിക്കൊണ്ടിരിക്കുക. അന്നേരം ഇവർ വന്ന് എന്നോട് ഇവിടെ എണീറ്റ് പോകാൻ പറയുക. ഇവരിവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? ഊർമിളെ ഇവിടെ വരൂ എന്നും പറഞ്ഞ ശങ്കർജി ഊർമിളയെ പുറത്തേക്ക് മാറ്റി നിർത്തുക. എന്നിട്ട് പറയണേ, എന്താ ഊർമിള ഇത്? ഏഞ്ചലിപ്പോൾ മനസ്സുകൊണ്ട് മീനാക്ഷിയെ മകളെപ്പോലെയല്ലേ കാണുന്നത്. അവരുടെ ആ ഒരു ബന്ധത്തിന് നമ്മളായിട്ട് ഇടയിൽ കയറി വിലങ്ങുതടിയാവാൻ ശ്രമിക്കേണ്ട. ഞാൻ പറഞ്ഞതല്ലേ ഏഞ്ചലിനെ ഏഞ്ചലിൻ്റെതായ നിലക്ക് തന്നെ വിട്ടോളാൻ. ഏഞ്ചലിന് പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു വരാൻ ഇത് ചിലപ്പോൾ ഒരു വഴിത്തിരിവായിരുന്നിരിക്കും. രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ ഇത്. അവർക്ക് പ്രശ്നമില്ലാത്തിടത്തോളം കാലം ഇതിങ്ങനെ തന്നെ തുടർന്ന് പോയിക്കോട്ടെ കേട്ടോ. ഇനി ഏഞ്ചലിനെ ഈ കാര്യത്തിൻ്റെ പേരിൽ തടയാനൊന്നും ശ്രമിക്കേണ്ട. പിന്നെ ഏഞ്ചലിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാകണം. മരുന്നുകളും പഥ്യങ്ങളും ഒന്നും മുടക്കണ്ട.
ഏഞ്ചലിൻ്റെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ശ്രമങ്ങളെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് നടത്താം. എല്ലാം നന്നായി തന്നെ വരട്ടെ. അങ്ങനെ പറഞ്ഞ് ശങ്കർജി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവേശ്ശേരിയാണ് കേട്ടോ. മുത്തശ്ശി യശോദയും അങ്ങനെ ഉമ്മർത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും. ഈ സമയം യശോദയുടെ ഫോണിലേക്ക് ഓർഡർ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള 2-3 കോളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ യശോദയാണെങ്കിൽ അതിനെല്ലാം മറുപടിയൊക്കെ പറഞ്ഞ് മുത്തശ്ശിയുടെ അരികെ വന്ന് സങ്കടത്തോടിരിക്കണേ. ഇതിപ്പോൾ 4ാമത്തെ ഓർഡറാണ് ക്യാൻസലാവുന്നത്. വലിയ വലിയ ഓർഡറൊക്കെ രാധികമ്മളുടെ ഫോണിലേക്ക് തന്നെയാണ് കോൾ വന്ന് അവർ റീസണൊക്കെ പറഞ്ഞ് ക്യാൻസൽ ചെയ്യുന്നത്. ഇതിപ്പോൾ 2-3 പേർക്ക് വേണ്ടി വാങ്ങിച്ച പൊതിച്ചോറിൻ്റെ മറ്റു ഓർഡറുകളാണ് അവരാ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും? മോളാണെങ്കിൽ ആകെ സങ്കടത്തിലാണ്. അന്നേരം ജയഭാരതിയമ്മയും സങ്കടത്തോട് പറയണേ, എന്ത് ചെയ്യാനാ യശോദേ, ഓരോ ദുഷ്ടക്കൂട്ടങ്ങൾ അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഓരോ പ്രവൃത്തികൾ ചെയ്തു വെക്കും. അതിൻ്റെ ദോഷങ്ങൾ നമ്മുടെ മക്കളല്ലേ പാവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെ പറഞ്ഞവരെ സങ്കടത്തിലിരിക്കുമായിരിക്കും. ഈ സമയത്താണ് ആറ്റുവാശ്ശേരി സദ്യയിൽ ജോലി ചെയ്യുന്നൊരു ചേച്ചി അവിടെ എത്തുന്നത്. ആ യശോദേച്ചി, രാധികയില്ലേ ഇവിടെ? ആ ഉണ്ടല്ലോ, രാധികമോൾ അകത്തുണ്ട്. ഈ സമയം രാധികയും പുറത്തേക്ക് വരുവാ. ആ എന്താ ചേച്ചി? മോളെ, എങ്ങനെയാണ് നാളത്തെ കാര്യങ്ങളൊക്കെ? നമുക്ക് സദ്യയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങണ്ടേ? അവരുടെ ആ ചോദ്യം കേൾക്കുന്നതും എന്ത് മറുപടി കൊടുക്കും എന്നറിയാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന രാധികേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിൽ കാണിക്കുന്നത് CI മോഹനും ചന്ദ്രശേഖരനും കൂടി സംസാരിക്കുന്നതാണ്. മോഹൻ പറയണേ, പൊതുസ്ഥലത്ത് വെച്ച് എൻ്റെ ദേഹം അയ്യോങ്ങാനായിട്ട് ഒരേ ഒരുത്തിന് ധൈര്യം ഉണ്ടായിട്ടേ അതവനാ ആ വരുണ്. അങ്ങനെയുള്ള വരുണും അവൻ്റെ ഭാര്യയായ രാധികയും എല്ലാം നഷ്ടപ്പെട്ട് തെരുവിൽ കിടന്ന് തെണ്ടുന്നത് കാണാൻ എനിക്കാഗ്രഹമുണ്ട്. ചന്ദ്രശേഖര, ആ കാഴ്ച കാണാൻ താനും കാത്തിരിക്കുന്നില്ലേ? അങ്ങനെ ചന്ദ്രശേഖരനും ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഓർത്ത് സന്തോഷിച്ച് നിൽക്കുവാണ്. പിന്നീട് മീനാക്ഷിയും ശ്യാമയും കൂടുതൽ അടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. മീനാക്ഷിക്ക് ഇഷ്ടമുള്ള എന്തോ ഒരു ഭക്ഷണ സാധനം ശ്യാമ വായിലൊക്കെ വെച്ച് കൊടുക്കുന്നതും മീനാക്ഷിയെ ചേർത്ത് പിടിക്കുന്നതും ഒക്കെയാണ് പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത്. അതിനുശേഷം ആറ്റുവാശ്ശേരിയാണ് കേട്ടോ കാണിക്കുന്നത്. രാധികയാണെങ്കിൽ തനിക്ക് വന്ന ഓരോ ഓർഡറും ഇങ്ങനെ ക്യാൻസലാവുന്നത് കൊണ്ട് ആകെ സങ്കടത്തിലും നിരാശയിലും റൂമിലിരിക്കുമായിരിക്കും. ഈ സമയം രാധികയുടെ തളർച്ചയും നിരാശയൊക്കെ മാറ്റാനായിട്ട് അവരോട് ശ്രമിക്കുന്നുണ്ട്. എടോ, നമ്മളെ തകർക്കാനായിട്ട് പലരും ഓരോ തവണ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ആ സമയത്തെല്ലാം താൻ ധൈര്യത്തോടെ നിന്നിട്ടുള്ളത്. തൻ്റെ ആ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ എന്നെ തന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആ തനിക്കാ ഇപ്പോൾ ചെറിയൊരു തകർച്ച വന്നിട്ടുള്ളത്. താനൊന്നും കൊണ്ട് വിഷമിക്കണ്ട. ഇതൊന്നും കണ്ട് താൻ പതറിപ്പോകുകയും വേണ്ട. ഇങ്ങനെയുള്ള ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുമ്പിൽ വരും. അന്നേരം എനിക്കിതുപോലെ പ്രതിസന്ധി വരുമ്പോൾ താൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എല്ലാം ശരിയാകും, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നല്ലേ? അതേ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. താനെ ധൈര്യമായിട്ടും നടന്നോ. എന്തിനും ഏതിനും തൻ്റെ കൂടെ കട്ടക്ക് ഞാനുമില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് രാധികനെ ഉഷാറാക്കാൻ ശ്രമിക്കുവാണ് വരുൺ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്